Hi all, welcome to CC Bank and Chikumoon Film. അപ്പോൾ നമ്മുടെ CSEBയുടെ എക്സാം നമുക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. ജൂലൈ 11 മുതൽ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഉറപ്പായ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് കൂടുതൽ മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മൾ കോപ്പറേറ്റീവ് ലോയിലെ കുറച്ച് ചോദ്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്തേക്കുക. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ട് 2023 enacted in dash year of Republic of India. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ഇയറിലാണ് KCS അമെൻമെന്റ് ആക്ട് 2023 നിലവിൽ വരുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും പേപ്പറും എടുത്തു വെക്കുക. ഇനി ഓരോ ചോദ്യങ്ങൾ പറയുമ്പോഴും അതിന്റെ ഓപ്ഷനുകൾ നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ആൻസർ പറയുമ്പോൾ ശരി ഉത്തരമാണെങ്കിൽ നിങ്ങൾ ഒരു മാർക്ക് എന്ത് ചെയ്യുക അവിടെ എഴുതി വെക്കുക. അപ്പൊ എത്രാമത്തെ റിപ്പബ്ലിക് ഇയറിലാണ്? 74ാമത്തെ റിപ്പബ്ലിക് ഇയറിലാണ് അല്ലെ. 74ാമത്തെ റിപ്പബ്ലിക് ഇയറിലാണ് 2023 അമെൻമെന്റ് ആക്ട് നിലവിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1969 നമ്മുടെ KCS ആക്ട് വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. KCS ആക്ട് വന്ന വർഷം ഏതാണ്? 1969 1969. അത് ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ഇയറിലാണ് ഈ ഒരു KCS ആക്ട് വന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഒബ്ലിഗേറ്ററി ഫോർ ആൻ ഓഡിറ്റർ ടു സബ്മിറ്റ് ദി റിപ്പോർട്ട് വിത്തിൻ ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദി ഓഡിറ്റ് ഓഫ് ദി സൊസൈറ്റി. എപ്പോഴും CSEB എക്സാമിന് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ട് എത്ര നാൾക്കകം സബ്മിറ്റ് ചെയ്യണമെന്നാണ് അല്ലെ. എന്താണ്? ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് എത്ര നാൾക്കകം ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഓപ്ഷൻ എ 1 month, ഓപ്ഷൻ ബി 3 months, ഓപ്ഷൻ സി 30 days, ഓപ്ഷൻ ഡി 4 months. എത്ര നാൾ കൊണ്ടാണ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് 30 ദിവസത്തിനകം എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോകണം. ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് എത്ര നാൾക്കകം ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾക്കകം ചീഫ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് മാനേജ്മെന്റ് കമ്മിറ്റി കൊടുക്കണം. മാനേജ്മെന്റ് കമ്മിറ്റി അത് ഓഡിറ്റിന് വേണ്ടി എത്ര നാൾക്കകം സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഓഡിറ്റുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ട് പോവുക. എക്സാമിന് ആ ഒരു ഭാഗത്തുനിന്നും 1 മാർക്ക് നമുക്ക് ഉറപ്പാക്കാം. അപ്പം ഈ ഒരു ഉത്തരവും ശരിയായവർ 2 മാർക്ക് എന്ന് നിങ്ങളുടെ പേപ്പറിൽ നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇഫ് ദി ഓഡിറ്റ് ഡിസ്ക്ലോസസ് എനി മിസ്അപ്രോപ്രിയേഷൻ ഓർ ഫ്രോഡ് ഓർ ഡിഫാൾട്ടിഫിക്കേഷൻ ഓഫ് മണി ഓർ പ്രോപ്പർട്ടി ഓർ അസറ്റ് ഓഫ് ദി സൊസൈറ്റി, ഓഡിറ്റ് ടീം ഷാൽ പ്രിപ്പയർ എ സ്പെഷ്യൽ റിപ്പോർട്ട് ആൻഡ് ഫോർവേഡ് ദി സെയിം ടു. അതായത് ഓഡിറ്റ് നടത്തുമ്പോൾ എന്തെങ്കിലും തിരിമറികളൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റ് ടീം എന്ത് ചെയ്യണം? സ്പെഷ്യൽ റിപ്പോർട്ട് ഉണ്ടാക്കണം. സ്പെഷ്യൽ റിപ്പോർട്ട് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് അത് ആർക്കൊക്കെയാണ് അയച്ചു കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ രജിസ്ട്രാർ, ഓപ്ഷൻ ബി DCA, ഓപ്ഷൻ സി ഹെഡ് ഓഫ് ദി ടീം, ഓപ്ഷൻ ഡി A and B. ഓപ്ഷൻ ഡി പറയുന്നു രജിസ്ട്രാർക്കും DCAക്കും കൊടുക്കണം എന്ന് പറയുന്നു. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? നമുക്ക് രജിസ്ട്രാറിനും കൊടുക്കണം. അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിനും നമ്മൾ DCAക്കും എന്ത് ചെയ്തിരിക്കണം? ആ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇൻ ദി കേസ് ഓഫ് ദോസ് സൊസൈറ്റീസ് വിച്ച് ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ, financial statement for that purpose shall be duly certified by the auditor within dash from the end of the financial year. അപ്പോൾ നമ്മൾ ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള 3ാമത്തെ ചോദ്യമാണ് നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സൊസൈറ്റീസ് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഓഡിറ്റർ ഡ്യൂലി സർട്ടിഫൈ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് എത്ര നാൾക്കകം അത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 2 months ഉണ്ട്, ഓപ്ഷൻ ബി 3 months ഉണ്ട്, ഓപ്ഷൻ സി 6 months ഉണ്ട്, ഓപ്ഷൻ ഡി 45 days ഉണ്ട്. ഏതാണ് ആൻസർ ആയിട്ട് വരിക? 3 months അല്ലെ. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 3 മാസത്തിനകം എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സൊസൈറ്റീസ് ആ ഒരു കൺസേൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്ററെ കൊണ്ട് സർട്ടിഫൈ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ ആരെ കൊണ്ടാണ് സർട്ടിഫൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ആരെ കൊണ്ടാണ്? ഓഡിറ്ററെ കൊണ്ടാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? 3 മാസത്തിനകം അത് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 2 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ചോദ്യം, a primary credit society or urban cooperative bank, 1 seat in the committee of each such society shall be reserved for the member having a deposit of dash rupees and above.
നമുക്കറിയാം അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലും പ്രൈമറി സൊസൈറ്റീസിലൊക്കെ എന്തുണ്ട്, ഡെപ്പോസിറ്റേഴ്സിന് അവരുടെ മാനേജ്മെന്റിന്റെ അകത്തുനിന്നുണ്ട് പങ്കുണ്ട്. അപ്പൊ ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയിൽ എത്ര സീറ്റാണ് നമ്മുടെ ഡെപ്പോസിറ്റർക്ക് കൊടുക്കുന്നത്? ഒരു സീറ്റാണ് കൊടുക്കുന്നത് അല്ലെ. ഒരു സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റിന് അർഹനായ വ്യക്തി കുറഞ്ഞത് എത്ര രൂപയുടെ ഡെപ്പോസിറ്റ് വേണം, ആ വ്യക്തിക്ക് എത്ര രൂപയുടെ കുറഞ്ഞത് ഡെപ്പോസിറ്റ് വേണം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 10,000 എന്ന് പറയുന്നു, ഓപ്ഷൻ ബി 15,000, ഓപ്ഷൻ സി 20,000, ഓപ്ഷൻ ഡി 25,000. നമുക്കിത് ഒരുപാട് വട്ടം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ചോദ്യമാണ് അല്ലെ. എത്ര സീറ്റാണ് മാറ്റി വെച്ചിരിക്കുന്നത്, അതുപോലെ ആ സീറ്റ് മിനിമം എത്ര ഡിപ്പോസിറ്റ് ഉള്ള ആൾക്ക് വേണ്ടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് നോക്കണം. എത്ര രൂപയാണ് മിനിമം ഡെപ്പോസിറ്റ് വേണ്ടത്? 25,000 രൂപയുടെ മിനിമം ഡിപ്പോസിറ്റ് ആണ് അദ്ദേഹത്തിന് വേണ്ടത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ആസ് പെർ സെക്ഷൻ 28B, ദി ഗവൺമെന്റ് ഷാൽ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദി ഗസറ്റ് constitute a state cooperative election commission for the superintendence, direction and control of the preparation of electoral roll and for the conduct of all election too. എന്താണ് നമ്മുടെ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു ചോദ്യമാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ താഴെ തന്നിരിക്കുന്നതിൽ എവിടേക്കൊക്കെയുള്ള ഇലക്ഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മളൊരു കാര്യം ഓർക്കുക. നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 28B ആണ്. സെക്ഷൻ 28B ആണ്. അപ്പം ഈ ഒരു 28B പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കുള്ള ഇലക്ഷൻ ആണോ കണ്ടക്ട് ചെയ്യുന്നത്, അതോ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്കുള്ള ഇലക്ഷൻ ആണോ കണ്ടക്ട് ചെയ്യുന്നത്, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലേക്കുള്ള ഇലക്ഷൻ ആണോ കണ്ടക്ട് ചെയ്യുന്നത്, അതോ ഈ മുകളിൽ പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ഇലക്ഷൻ ആണോ കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലോട്ടുമുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ എന്താണ്? ശരിയാണ്. അടുത്ത നമുക്ക് നോക്കാം ഓപ്ഷൻ ബി, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ SCU അല്ലേ, SCUയിലേക്കുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെന്റ് SCUയിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ്. അടുത്തത് മൂന്നാമത്തത് CCU, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലേക്കുള്ള ഇലക്ഷനും കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഏതാണ്? ഓൾ ഓഫ് ദീസ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദി എൻക്വയറി അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ്. നമുക്ക് സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറി എത്ര നാൾക്കകം കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 60 days ഉണ്ട്, ഓപ്ഷൻ ബി 4 months ഉണ്ട്, ഓപ്ഷൻ സി 2 months ഉണ്ട്, ഓപ്ഷൻ ഡി 6 months ഉണ്ട്. ഇൻക്വയറി എത്ര നാൾക്കകം കംപ്ലീറ്റ് ചെയ്യണം? നമുക്കറിയാം 4 months, 4 മാസത്തിനകമാണ് സെക്ഷൻ 65 പ്രകാരമുള്ള ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. മേ authorize special team of officers under his control for the inspection of Apex, Central and Federal Cooperative Societies and all other primary cooperative society. അതായത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡാഷ് മേ ഓതറൈസ് സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ് അണ്ടർ ഹിസ് കൺട്രോൾ ഫോർ ദി ഇൻസ്പെക്ഷൻ ഓഫ് അപ്പെക്സ്, സെൻട്രൽ ആൻഡ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഓൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താണ് ചോദ്യം പറയുന്നത്? ആരാണ് നമ്മുടെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള കൺട്രോളിൽ ഉള്ള ആളുകളെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കുള്ള, അതായത് അപ്പെക്സ് സൊസൈറ്റി ആയിക്കൊള്ളട്ടെ, സെൻട്രൽ സൊസൈറ്റി ആയിക്കൊള്ളട്ടെ, മറ്റു സൊസൈറ്റിയിലേക്കുള്ള ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വിടുന്നത് അല്ലെങ്കിൽ വിടുവാനായിട്ട് അധികാരമുള്ള വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗവൺമെന്റ് ഉണ്ട്, ഓപ്ഷൻ ബി രജിസ്ട്രാർ ഉണ്ട്, ഓപ്ഷൻ സി രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഉണ്ട്, ഓപ്ഷൻ ഡി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഉണ്ട്. ഇൻസ്പെക്ഷൻ നടത്തുന്നത് ആരാണെന്ന് നമുക്കറിയാം. ആരാണ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ആളുകളെ അയക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ കീഴിലുള്ള ആളുകളെയാണ് അയക്കുന്നത്? രജിസ്ട്രാറിന്റെ കീഴിലുള്ള ആളുകളെയാണ് നമുക്ക് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റി അല്ലെങ്കിൽ പ്രൈമറി സൊസൈറ്റിയിലേക്ക് അയക്കുന്നത്. അടുത്ത ചോദ്യം, ഇഫ് എനി സൊസൈറ്റി ഫെയിൽസ് ടു സബ്മിറ്റ് ദി റിട്ടേൺ ഓൺ ടൈം, the registrar shall have the power to impose fine not exceeding -rupees based on the classification and category of the society. എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമുക്കറിയാം സൊസൈറ്റി എന്ത് ചെയ്യുന്നു? റിട്ടേൺ കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോകുന്നു, വീഴ്ച വരുത്തുന്നു. അങ്ങനെയെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? ഫൈൻ ഇമ്പോസ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഇമ്പോസ് ചെയ്യുന്ന ഫൈൻ എത്ര രൂപയ്ക്ക് മുകളിൽ കൂടുവാൻ പാടില്ല എന്നാണ് ചോദ്യം. അപ്പൊ 25,000 ഉണ്ട്, 10,000 ഉണ്ട്, 5,000 ഉണ്ട്, 50,000 ഉണ്ട്. അപ്പൊ ഈ ഒരു കേസിൻ്റെ അകത്ത് ഓരോ സൊസൈറ്റീസിന്റെയും
ക്ലാസിഫിക്കേഷനും കാറ്റഗറിയൊക്കെ കൺസിഡർ ചെയ്യുന്നതാണ്. ഏത് ക്ലാസിഫിക്കേഷനും അല്ലെങ്കിൽ ഏത് കാറ്റഗറി ആണ് എങ്കിലും മാക്സിമം എത്ര രൂപ വരെയാണ് ഫൈനായിട്ട് ഇമ്പോസ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 25,000 ആണോ, 10,000 ആണോ, 5,000 ആണോ, 50,000 ആണോ എന്നാണ് ചോദ്യം. എത്ര രൂപയാണ് മാക്സിമം ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന പെനാലിറ്റി എന്ന് പറയുന്നത്, ഫൈൻ എന്ന് പറയുന്നത് എത്രയാണ്? 10,000 രൂപയാണ് ഈ ഒരു കേസിൽ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇഫ് ദി വൈൻഡിംഗ് അപ്പ് പ്രൊസീഡിംഗ്സ് cannot be completed within time fixed, the period may extend from time to time, but such extension shall not exceed a period of. നമുക്കറിയാം വൈൻഡിംഗ് അപ്പ് പ്രൊസീഡിങ്സ് എത്ര നാൾക്കകം കംപ്ലീറ്റ് ചെയ്യണമെന്നറിയാം. ഇൻ കേസ് നമ്മുടെ ലിക്വിഡേറ്ററിൻ്റെതല്ലാത്ത കാരണത്താൽ വൈൻഡിംഗ് അപ്പ് പ്രൊസീഡിങ്സ് പെൻഡിങ് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? കുറച്ച് സമയം കൂടി എക്സ്ട്രാ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി കൂടുതലായിട്ട് അനുവദിക്കും. എങ്ങനെ ഇരുന്നാലും ആ ഒരു ടൈം പീരീഡ്, ടോട്ടൽ കിട്ടുന്ന ആ ടൈം പീരീഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എത്ര സമയത്തിൽ കൂടുവാൻ പാടില്ല എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 6 months ഉണ്ട്, ഓപ്ഷൻ ബി 1 year ഉണ്ട്, ഓപ്ഷൻ സി 3 years ഉണ്ട്, ഓപ്ഷൻ ഡി 2 years ഉണ്ട്. എത്രയാണ് നമുക്കറിയാം വൈൻഡിംഗ് അപ്പ് പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ, ലിക്വിഡേറ്ററിന്റെ അത് അല്ലാത്ത കാരണത്താൽ പറ്റിയില്ലെങ്കിൽ മാക്സിമം ഒരു 1 year കൂടി എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അടുത്ത ചോദ്യം, അസറ്റ് കെപ്റ്റ് ഇൻ ലിക്വിഡ് ഫോം ടു മീറ്റ് ഇമ്മീഡിയറ്റ് ഡിമാൻഡ്സ് ഫോർ എ ക്യാഷ് പേയ്മെന്റ് ബൈ കോപ്പറേറ്റീവ് ബാങ്ക് കമ്മിങ് അണ്ടർ ദി BR ആക്ട്. BR ആക്ടിന് കീഴിൽ വരുന്ന കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ക്യാഷ് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൈസ എന്ത് ചെയ്തിരിക്കണം? നമുക്ക് ലിക്വിഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഏത് സ്കീം അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏത് ഫണ്ട് പ്രകാരമാണ് ചെയ്യേണ്ടതാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഉണ്ട്, ഓപ്ഷൻ ബി റിസ്ക് ഫണ്ട് ഉണ്ട്, ഓപ്ഷൻ സി പാർട്ണർഷിപ്പ് ഫണ്ട് ഉണ്ട്, ഓപ്ഷൻ ഡി ഫ്ലൂയിഡ് റിസോഴ്സ് ഫണ്ട് ഉണ്ട്. നമുക്കൊരു 4 ഓപ്ഷനുകൾക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇവിടെ നമുക്ക് ലിക്വിഡ് ഫോമിലാണ് കീപ്പ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലിക്വിഡിന്റെ മറ്റൊരു വാക്ക് എന്താണ്? ഫ്ലൂയിഡ് എന്ന് പറയാം അല്ലെ. ഫ്ലൂയിഡ് റിസോഴ്സ് ഫണ്ടാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ആനന്ദ് പാർട്ടിയൻ ഓഫ് കോപ്പറേറ്റീവ് ഹാസ് എ ഡാഷ് ടയർ സ്ട്രക്ചർ. നമുക്ക് ലോയിലായിക്കോട്ടെ കോപ്പറേഷനിലായിക്കൊള്ളട്ടെ അത് നമുക്ക് ഡയറി കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട ആപ്കോസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ എന്തായാലും എക്സാമിൽ നോക്കിയിട്ട് പോകണം. എത്ര ടയർ ആണ്? ഓപ്ഷൻ എ 2 ടയർ, ഓപ്ഷൻ ബി മൾട്ടി, ഓപ്ഷൻ സി 3 ടയർ, ഓപ്ഷൻ ഡി സിംഗിൾ ടയർ. ഇവിടെ നമുക്ക് കേരളത്തിലെ കേസാണെങ്കിൽ ഇൻ കേരള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ എത്ര ടയറാണ്? കേരളത്തിൽ നമുക്ക് 3 ടയറാണ് ഉള്ളത് നമുക്കറിയാം. താഴെ നമുക്ക് വില്ലേജ് ലെവലിലുള്ള ആപ്കോസ് ഉണ്ട്, അതിന്റെ മുകളിൽ നമുക്ക് RCMBUs ഉണ്ട്, അതിന്റെ മുകളിൽ നമുക്ക് മിൽമ KCMMF ഉണ്ട്. ഇൻ ഇന്ത്യ ആണെങ്കിൽ അതിന് മുകളിൽ എന്തുണ്ട്? അതിന്റെ അപ്പെക്സ് ഉണ്ട്. അങ്ങനെ ഇന്ത്യയിൽ 4 ടയറും കേരളത്തിൽ എത്ര ടയറാണ്? 3 ടയറുമാണ് ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് PCARD ഈസ് കൺഫൈൻഡ് ടു. എന്താണ്? PCARDBയുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ പ്രവർത്തന പരിധി എവിടെ, ഏത് ലൊക്കാലിറ്റിയിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വില്ലേജ് ഉണ്ട്, ഓപ്ഷൻ ബി താലൂക്ക് ഉണ്ട്, ഓപ്ഷൻ സി ബ്ലോക്ക് ഉണ്ട്, ഓപ്ഷൻ ഡി പഞ്ചായത്ത് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിന്റെ ഭാഗമാണ് PCARDB എന്ന് പറയുന്നത്. അപ്പൊ PCARDBയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എന്താണ്? ഒരു താലൂക്കിൽ അധികരിക്കുവാനായിട്ട് പാടില്ല എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി അതിന്റെ മെമ്പർഷിപ്പ് ആർക്കാണ് കൊടുക്കുന്നത്? ഈ ഒരു താലൂക്കിൽ സ്ഥലമുള്ള ആളുകൾക്കാണ്, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റുന്ന ആളുകൾ, ഈ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്കാണ് മെമ്പർഷിപ്പ് കൊടുക്കുക. ഇതിന്റെ അപ്പെക്സ് എന്ന് പറയുന്നത് KSCARD ബാങ്കാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. അപ്പം അടുത്ത ചോദ്യമല്ല, ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. കാരണം നമ്മുടെ മുൻപിൽ ഇനിയും പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ജൂലൈ 11 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു എക്സാമിനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയൊരു എക്സാം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് കൃത്യമായിട്ട് കുറച്ച് PYQs കറക്റ്റായി ഡിസ്കസ് ചെയ്യാനായിട്ടും അതിൽ നിന്ന് നമുക്കറിയാം PYQസിൽ നിന്ന് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ എക്സാമിനും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യ റാങ്കിലേക്ക് എത്തുവാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഒരു എക്സാം ബാച്ച് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ ദിവസവും തന്നെ ലൈവ് ക്ലാസ്സുകൾ വരുന്ന ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 8921440580 എന്ന ബോർഡ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. മോഡൽ എക്സാമുകളും ഡെയിലി എക്സാമുകളും ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റിന്റെയും ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീ PDF നോട്ടുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ.
അപ്പം അടുത്ത ചോദ്യം ഇതാണ്, എ സൊസൈറ്റി ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഫ്രീ ടു ജോയിൻ ആൻഡ് റിസൈൻ ഫ്രം ഹിസ് മെമ്പർഷിപ്പ് അറ്റ് ഹിസ് വിൽ ആൻഡ് ഡിസ്ക്രിഷൻ. എന്താണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിൽ സ്വന്തം താല്പര്യപ്രകാരം എന്ത് ചെയ്യാം, ആ മെമ്പർഷിപ്പ് എടുക്കുവാനായിട്ട്, വേണ്ട എങ്കിൽ ഇറങ്ങി പോകുവാനായിട്ടും പറ്റും. അത് എന്താണ്, അതിന് നമ്മൾ എന്താണ് പറയുക എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ഓപ്ഷൻ ബി ഇക്വിറ്റി, ഓപ്ഷൻ സി സോഷ്യൽ ജസ്റ്റിസ്, ഓപ്ഷൻ ഡി വോളണ്ടറി അസോസിയേഷൻ. ഈ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് നമുക്കറിയാലേ എന്താണ്, വൺ മാൻ വൺ വോട്ട്, വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിളാണ്, ഡെമോക്രസിയുടെ പ്രിൻസിപ്പിളാണ്. എല്ലാവർക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ എല്ലാവർക്കും മാനേജ്മെന്റിന്റെ ഭാഗമാകാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് പറയുന്നത്. ഇനി വോളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വമേധയാ ബാഹ്യമായ ഇടപെടലുകൾ ഇല്ലാതെ ഒരാൾക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗത്വം എടുക്കുവാനും അതുപോലെ തന്നെ അംഗത്വം വേണ്ട എന്ന് വെക്കുവാനായിട്ടുമുള്ള അധികാരത്തെയാണ് നമ്മൾ വോളണ്ടറി അസോസിയേഷൻ എന്ന് പറയുക. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി വോളണ്ടറി അസോസിയേഷൻ ആണ്. അപ്പം നമ്മുടെ CSEBയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ജൂൺ 30 ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, എക്സാമിനെ പഠിച്ചുകൂടി തുടങ്ങുക. മുൻപിൽ ഒട്ടനവധി അവസരങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. കാരണം നമുക്കറിയാം സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്ക് നമുക്ക് 37 ഒഴിവുകളുണ്ട്. അതുപോലെ സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളിലേക്ക് നമുക്ക് 74 ഒഴിവ്, അതുപോലെ ക്ലാസ് 2 to 7 ബാങ്കുകളിലേക്ക് 11 ഒഴിവ്, അങ്ങനെ അടുത്ത ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ 4 ഒഴിവുകൾ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ 100-ലധികം ഒഴിവുകളാണ് ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ പോസ്റ്റിലേക്ക് തന്നെയുള്ളത്. അതായത് ഇനി ഉള്ള ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 100-ൽ ഒരാളാവുവാനായിട്ട് നമുക്കും പറ്റും. അപ്പം ചോയ്സ് നിങ്ങളുടെ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായി സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ ഈ ഒരു എക്സാമിനെ സമീപിക്കുക. അപ്പൊ ഈ ഒരു എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ്, മാത്സ്, GK വളരെ ഒരു മുൻതൂക്കമുണ്ട് അല്ലെ നമ്മുടെ എക്സാമിന്. കാരണം ആ ഒരു ഭാഗമാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അപ്പൊ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ CC ലേണിംഗ് ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് GKയുമായി ബന്ധപ്പെട്ടുള്ള ക്വിസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫ്രീ മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് പൊസിഷനൊക്കെ അറിയാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒട്ടും സമയങ്ങളായ നമ്മുടെ ഒരു CC ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പം താങ്ക് യു.